ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഗ്രീൻ ടീയുടെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഗ്രീൻ ടീ കഴിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ദോഷഫലങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ പ്രധാനമായും അതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളായ കാറ്റെച്ചിനുകൾ, പ്രത്യേകിച്ച് എപ്പിഗല്ലോ കാറ്റെച്ചിൻ, ഗാലേറ്റ്, കഫീൻ എന്നിവ മൂലമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നം. ഗ്രീൻ ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു. ഗ്രീൻ ടീയിലുള്ള കാറ്റെച്ചീനുകൾ കഫീനും മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് എരിക്കുന്നത് കൂട്ടാനും സഹായിക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. അതുവഴി ഹൃദ്രോഗ സാധ്യത കുറക്കുന്നു. പ്രമേഹ സാധ്യത കുറക്കുന്നു. ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യം. തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കാനും അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറക്കാനും സഹായിക്കുന്നു. അർബുദ സാധ്യത കുറക്കുന്നു. ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചിലതരം അർബുദ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിച്ചേക്കാം. സ്ഥാനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, വൻകുടൽ ക്യാൻസർ എന്നിവയുടെ സാധ്യത കുറക്കാൻ സഹായിക്കുന്നു. വായയുടെ ആരോഗ്യം. ഇതിലെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ദന്തക്ഷയം, വായ്നാറ്റം എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു. ഗ്രീൻ ടീയുടെ ദോഷഫലങ്ങൾ. സൈഡ് എഫക്റ്റ്. മിതമായ അളവിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ദിവസം 3 മുതൽ 5 കപ്പ് മിക്ക ആളുകൾക്കും സുരക്ഷിതമാണ്. എന്നാൽ അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ ചില ദോഷഫലങ്ങൾ ഉണ്ടാകാം. കഫീൻ സംവേദനക്ഷമത. ഗ്രീൻ ടീയിൽ കഫീൻ അടങ്ങിയിരിക്കുന്നതിനാൽ കഫീനിനോട് സംവേദനക്ഷമതയുള്ളവർക്ക് ഉറക്കമില്ലായ്മ, ക്ഷോഭം, ഉത്കണ്ഠ, വയറുവേദന, ഉറക്കമില്ലായ്മ, ഓക്കാനം, തലവേദന, ഇരുമ്പിൻ്റെ ആഗിരണം കുറക്കുന്നു. നെഞ്ഞെരിച്ചിൽ എന്നിവ അനുഭവപ്പെട്ടേക്കാം. ചിലർക്ക് ഗ്രീൻ ടീ സപ്ലിമെൻറ്റുകൾ കഴിക്കുമ്പോൾ വയറുവേദന, ഓക്കാനം, മലബന്ധം തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം. കഫീൻ അടങ്ങിയിരിക്കുന്നതിനാൽ വൈകുന്നേരങ്ങളിലോ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പോ കുടിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. വയറുവേദനയും ഓക്കാനവും. ഒഴിഞ്ഞ വയറ്റിൽ ധാരാളം ഗ്രീൻ ടീ കുടിക്കുന്നത് ചില ആളുകളിൽ വയറ്റിൽ അസ്വസ്ഥതകളോ ഓക്കാനമോ ഉണ്ടാക്കാം. കൂടുതൽ അളവിൽ കഫീൻ ഉപയോഗിക്കുന്നത് ചിലരിൽ തലവേദനയ്ക്ക് കാരണമായേക്കാം. ഇരുമ്പിൻ്റെ ആഗിരണം കുറയ്ക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള കാറ്റെച്ചിൻസ് ഭക്ഷണത്തിൽ നിന്നുള്ള ഇരുമ്പിൻ്റെ ഇറോൺ ആഗിരണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. വിളർച്ചയുള്ളവർ, അനീമിയ. ഭക്ഷണത്തോടൊപ്പം ഗ്രീൻ ടീ കുടിക്കുന്നത് ഒഴിവാക്കണം. നെഞ്ചെരിച്ചിൽ. ഗ്രീൻ ടീ ആസിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചേക്കാം. ഇത് നെഞ്ചെരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ദോഷകരമാണ്. ശ്രദ്ധിക്കുക,
ഗ്രീൻ ടീ മിതമായ അളവിൽ ദിവസവും 2 മുതൽ 3 കപ്പ് കുടിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകൾ കഴിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുമായി സംസാരിക്കുന്നത് ഉചിതമാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗുരുതരമായ രോഗമുള്ളവർ, ഇരുമ്പിൻ്റെ കുറവുള്ളവർ, കരൾ രോഗമുള്ളവർ എന്നിവർ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറുമായി സംസാരിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ ടീ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങളുള്ള ഒരു പാനീയമാണ്. ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതി മറ്റു ചായകളേക്കാൾ വ്യത്യസ്തമായതിനാൽ പോഷകങ്ങൾ കൂടുതൽ നിലനിർത്തുന്നു. ഗ്രീൻ ടീയിൽ കാറ്റെച്ചീനുകൾ, പ്രത്യേകിച്ചും എപ്പിഗാലോ കാറ്റെച്ചീൻ ഗാലേറ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കും. കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുകയും അതുവഴി വാർദ്ധക്യം വൈകിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യം. ഇതിലെ L-theanine എന്ന അമിനോ ആസിഡ് തലച്ചോറിൻ്റെ ശാന്തമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇത് ഉത്കണ്ഠ കുറയ്ക്കാനും ശ്രദ്ധയും ജാഗ്രതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഗ്രീൻ ടീയിലെ കഫീനും L-theanineഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഗ്രീൻ ടീ സ്ഥിരമായി കുടിക്കുന്നത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ, LDL, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗ്രീൻ ടീയിലെ കാറ്റെച്ചീനുകളും കഫീനും മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് കൊഴുപ്പ് കത്തിച്ചു കളയുന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രീൻ ടീ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുമെന്നാണ് ഇത്. ചർമ്മത്തിൻ്റെ ആരോഗ്യം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതിനാൽ ഗ്രീൻ ടീ ചർമ്മത്തിന് തിളക്കം നൽകാനും അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും മുഖക്കുരുവിനെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. ഗ്രീൻ ടീ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അമിതമായി കുടിക്കുന്നത് കഫീനിൻ്റെ അളവ് കൂട്ടാൻ കാരണമാകും. അതിനാൽ മിതമായ അളവിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഗ്രീൻ ടീ കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വ്യക്തിഗത മുൻഗണനകളെയും ആരോഗ്യ ലക്ഷണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നിരുന്നാലും രാവിലെയോ ഭക്ഷണത്തിനു മുമ്പോ ഗ്രീൻ ടീ കുടിക്കുന്നത് മികച്ച ഗുണങ്ങൾ നൽകുമെന്ന് പലരും കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ. ഏതെങ്കിലും തരത്തിൽ അസുഖമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ ഉപദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ വയനാടൻ ഗ്രീൻ ടീ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് എത്തിച്ചു തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.